അരുമനാഥന്റെ തിരുമുഖത്തേക്ക് നോക്കി കരങ്ങളെ ഒന്ന് ഉയർത്തി ഹല്ലേലൂയ. യേശുവിനെ ഒന്ന് വിളിച്ച് ഹല്ലേലൂയ. കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുന്ന, നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥകളെ മാറ്റുന്ന, നമ്മുടെ ശുശ്രൂഷകളെ അവസ്ഥകളെ മാറ്റുന്ന ദൈവത്തിന്റെ അധികമായ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഇതിന്റെ അകത്തേക്ക് അവൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നിറച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ കരത്തിലൂടെ ഹല്ലേലൂയ ഇതാ കരത്തിലേക്ക് വലിയൊരു ദൈവ സാന്നിധ്യത്തിന്റെ അനുഭവം എന്റെ കർത്താവ് തരിക. ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മേല ഹല്ലേലൂയ ദൈവത്തിന്റെ ചില ഹല്ലേലൂയ അത്ഭുത സാന്നിധ്യങ്ങൾ ദൈവം നിറച്ചു തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. അവരെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നല്ല ദൈവമേ, നന്ദിയോടെ സ്തുതിക്കുന്നപ്പ ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് മാറ്റുവാൻ, ഞങ്ങളുടെ കുടുംബത്തെ മാറ്റുവാൻ, ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന വചനം ഹല്ലേലൂയ, കേട്ടുകൊണ്ടിരുന്ന വചനം ഹല്ലേലൂയ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് കയറിയ വചനം, ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് മാറ്റിയ ഞങ്ങളുടെ പുതുക്കപ്പെട്ട കർത്താവിന്റെ വചനം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അതാ ഫലം കായ്ക്കുവാൻ തക്കവണ്ണം സ്വർഗ്ഗം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കർത്താവിനെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ തലങ്ങളെ ഒന്ന് മാറ്റണമേ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉൾത്തടങ്ങളിലേക്ക് കത്തുന്ന ഒരു അഗ്നിയായി പരിശുദ്ധാത്മാവ് ശക്തിയായി വചനമായി ജീവനായി ഇന്ന് ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് ചലിപ്പിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാ. ഞങ്ങൾ ഇവിടുന്ന് മടങ്ങി പോകുമ്പോ ആളോ മാറിയവരെ പോലെ ഹല്ലേലൂയ ദൈവത്തിന് കൊള്ളാവുന്നവരായി മടങ്ങി പോകുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഇടയിലേക്ക് ദൈവ സാന്നിധ്യം ഇറക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചതിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ചലിച്ചു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാറ്റമില്ലാത്ത ജീവിക്കുന്ന അത്ഭുതം ചെയ്യുന്ന കർത്താവിന്റെ കരങ്ങളിൽ ഇവിടെ ചലിച്ചു കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ. സന്തോഷത്തിന്റെ അനുഭവം വ്യാപരിക്കട്ടെ. സമാധാനത്തിന്റെ അനുഭവം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ നിറവിലായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാമല്ലോ. ഹല്ലേലൂയ. സന്തോഷമുള്ള കരങ്ങൾ ഉയർത്തി ദൈവത്തിൽ നിന്ന് സ്തോത്രം പറഞ്ഞാൽ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവം നമ്മൾക്കായി തുടർന്ന് തന്നിരിക്കുകയാണ്. സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് ആനന്ദിക്കാൻ കഴിയുന്നുണ്ട്? ഇന്ന് ലോകം മുഴുവനും യേശു കർത്താവിന്റെ ക്രൂശിത മരണത്തെ എല്ലാവരും ഘോഷിക്കുന്ന ഒരു ദിവസമാണിന്ന്. തമിഴിൽ നമ്മൾ കാണുകയാണെങ്കിൽ ഇതൊരു വലിയ ആഴ്ചയാണ്, വലിയൊരു വെള്ളിയാഴ്ചയാണ്. ഇന്നത്തെ ദിനത്തെ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അതൊരു ഗുഡ് ഫ്രൈഡേ ആയിട്ടാണ് ഇംഗ്ലീഷുകാർ പറയുന്നത്. മലയാളികൾ നമ്മൾ എന്ത് പറയുന്നു? ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുകയാണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ചില ദുഃഖങ്ങൾ വേണം. നമ്മുടെ ഹൃദയത്തിൽ വലിയ സന്തോഷങ്ങൾ വേണം. നമ്മുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ ഇന്ന് കർത്താവ് തന്ന ഒരു വലിയ ആഴ്ചയാണെന്ന് നമ്മൾ അറിയണം. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ചെറിയൊരാഴ്ച തരാനല്ല ദൈവം വന്നിരിക്കുന്നത്. ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദിവസമായിട്ട് മാറണം. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കാരണം എന്താ? യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതാണ്. എനിക്ക് വേണ്ടി 39 അടി ശരീരത്തിൽ ഏറ്റതാണ്. എന്റെ പാപങ്ങളെയും അകൃത്യങ്ങളെയും എല്ലാം യേശു കർത്താവ് വഹിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് പിശാചിന്റെ തലയെ തകർത്തതാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മളെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തിയ ഒരു ദിവസമാണ്.
ഇത് നമ്മുടെ വലിയൊരു ആഴ്ചയായിട്ടാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കൂടി വരവല്ല ക്രിസ്തു യേശുവിനെ കുറിച്ച് ഘോഷിക്കുന്ന ദിനങ്ങളല്ല. നമുക്ക് ചെറിയ ആഴ്ചയല്ല, നമുക്ക് വലിയ ആഴ്ചയാണ്. ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞോട്ടെ. ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി വലിയ നമ്മളെ കരുതി വെച്ചിട്ടാണ് കർത്താവ് നമ്മളെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക, നമ്മളെ ഓരോരുത്തരെയും കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ വലിപ്പ ചെറുപ്പം ഒന്നുമല്ല കർത്താവ് നോക്കുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുള്ള ഹല്ലേലൂയ ആഗ്രഹമാണ് കർത്താവ് നോക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആഗ്രഹിക്കുന്നവൻ വരട്ടെ, ദാഹിക്കുന്നവൻ വന്ന് ജീവജലത്തിന്റെ നദിയിൽ നിന്ന് വാങ്ങി കുടിക്കട്ടെ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ എന്തോ ദൈവത്തിൽ നിന്ന് വാങ്ങി കുടിക്കാൻ വേണ്ടി ദൈവം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അതെ, കുടിക്കുവാൻ വേണ്ടേ? ഉണ്ട്. കർത്താവിന്റെ സന്നിധിയിലുണ്ട്. ദാഹിക്കുന്നവർക്ക്, ഇവിടെ ദാഹത്തോടെ ഇരിക്കുന്നവർക്ക് അവന്റെ ദാഹം മാറ്റത്തക്കവണ്ണം ദൈവം തന്റെ പരിശുദ്ധാത്മാവിന്റെ ദാഹജലം നമ്മുടെ അകത്തേക്ക് ദൈവം നിറച്ചു തരികയാണ്. ഹല്ലേലൂയ. നമ്മുടെ ദാഹത്തോടെ ഇരിക്കുന്നവർക്ക് ഇന്ന് ദാഹം മാറി വളരെ സന്തോഷമായിട്ട് നമുക്ക് മുമ്പോട്ട് കടന്നു പോകാൻ കഴിയും. അതോടെ പറഞ്ഞേ ഹല്ലേലൂയ, അതോടെ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവദാസൻ ദൈവവചനം പറഞ്ഞുകൊണ്ട് നിന്ന സമയത്ത് പറഞ്ഞു, യേശു ഉപവസിക്കുന്ന ശിഷ്യന്മാരെല്ലാരും കൂടെ അല്ല, ജനക്കൂട്ടമെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് കർത്താവ് ശുശ്രൂഷയെല്ലാം കഴിഞ്ഞപ്പോൾ പറയുകയാണ്, ഭക്ഷിക്കുവാനൊന്നുമില്ല. അന്നേരം പറയാണ്, നിങ്ങളുടെ കൈ വല്ലതും ഉണ്ടോ? ഒരു ബാലന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോ ബാലന്റെ കയ്യില് 2 മീനും ഉണ്ടായിരുന്നു. ഒന്ന് സഹോദരൻ പറഞ്ഞേ, ഇവിടെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? അത് സഹോദരൻ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു ബാലന്റെ കയ്യിലെ 2 തൃപ്തിയാകോളം ഹല്ലേലൂയ 4000 പേർക്ക് ആമേൻ സ്തോത്രം ഹല്ലേലൂയ 7000 പേർക്ക് ഹല്ലേലൂയ 5000 പേർക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അടുത്ത് വരുന്ന ആരൊക്കെയാണോ അവർക്ക് തൃപ്തിയോടെ കൊടുക്കുവാൻ എന്റെ ദൈവം ഇത് വർദ്ധിപ്പിച്ചു തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വർദ്ധിപ്പിച്ച് മറ്റുള്ളവർക്ക് തൃപ്തിയാകുമ്പോഴും കൊടുത്ത് അവനെ തൃപ്തരാക്കി മടക്കി ആമേൻ ഹല്ലേലൂയ. കർത്താവിന്റെ കൂടെ ഇരിക്കുന്നവർക്ക് വട്ടി നിറയെ സൂക്ഷിച്ചു തരുന്നൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ യേശു ഇന്നിവിടെ ഉണ്ട്. വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം പറയാം, ഒന്നുകൂടെ സ്തോത്രം പറയാം. ഇന്ന് യേശു ഇവിടെ ഉണ്ട്. നമ്മളെ അനാഥനായി വിടാനല്ല, നമ്മളെ ബലഹീനനായി വിടാനല്ല, നമ്മളെ ശക്തന്മാരാക്കി യോഗ്യന്മാരാക്കി ദൈവത്തിന് പ്രയോജനമുള്ളവരാക്കി ഇവിടെ നിന്ന് മടക്കി അയക്കാനാ യേശു ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. യേശു സ്വർഗത്തിൽ നിന്നുകൊണ്ട് നമ്മളെ കാണുകയാണ്, നമ്മളെ അറിയുകയാണ്, നമ്മുടെ ചിന്തകളെ അറിയുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ വിചാരങ്ങളെ അറിയുകയാണ്, നമ്മുടെ പ്രവൃത്തികളെ അറിയുകയാണ്. ഹല്ലേലൂയ. എങ്കിൽ കർത്താവ് നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നത് നിറച്ചു തരാൻ വേണ്ടിയാ, തൃപ്തിയാവോളം തരാൻ വേണ്ടിയാ. ഇന്ന് തൃപ്തിയായിട്ട് ഇവിടെ നിന്ന് നമ്മൾ മടങ്ങത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ 19-ാം അധ്യായത്തില് അതിന്റെ 17-ാമത്തെ തിരുവചനം ഒന്ന് നമുക്ക് ചിന്തയ്ക്കാധാരമായി നമുക്ക് തിരുവചനം വായിക്കാമല്ലോ. ഹല്ലേലൂയ. യേശു എങ്ങോട്ടാ പോയത്? ഹല്ലേലൂയ. തലയോടിടം എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് യേശു ക്രൂശ് ചുമന്നുകൊണ്ട് പോകുക. ഹല്ലേലൂയ. യേശു ക്രൂശ് വഹിച്ചുകൊണ്ടാണ് പോകുന്നത്. യേശു ഈ ക്രൂശിനെ സഹിച്ചുകൊണ്ടാണ് പോകുന്നത്. ഹല്ലേലൂയ. എന്തിനാ പോകുന്നത്? ഈ സഹിച്ചുകൊണ്ട് വഹിച്ചുകൊണ്ട് എന്തിനാ യേശു പോകുന്നത്? വിജയം വരിക്കാനാ പോകുന്നത്.
ഒന്ന് സ്വന്തം പറഞ്ഞേ, അതുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. എന്തിനാ സഹിച്ചുകൊണ്ട് വഹിച്ചുകൊണ്ട് ക്രൂശുമായി യേശു പോകുന്നത്? വിജയം വരിക്കാനാണ് പോകുന്നത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ക്രിസ്തുവിന് വേണ്ടി ഞാനും നമ്മളും സഹിച്ചില്ലേ, വഹിച്ചില്ലേ? എന്തിനു വേണ്ടിയാ പോകുന്നത്? ജയിക്കാൻ വേണ്ടി. ആരെ ജയിക്കാനാ? ആരെ ജയിക്കാനാ? തോൽപ്പിക്കപ്പെടേണ്ട ഒരുത്തരുണ്ട് പ്രിയരെ. സാത്താനെ തോൽപ്പിക്കാനാണ് യേശു പോയത്. ഒന്ന് സ്വന്തം പറഞ്ഞാട്ടെ. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഇന്ന് ദൈവദാസൻ പറഞ്ഞതുപോലെ നമ്മൾ ഓട്ടം പൂർത്തീകരിക്കാൻ വേണ്ടിയല്ലേ, നമ്മുടെ ലക്ഷ്യത്തിലേക്കാ പോകുന്നത്. അവൻ ചിലതിനെയൊക്കെ നമ്മള് ഹല്ലേലൂയ കർത്താവിന് വേണ്ടി നിന്നപ്പോ ഹല്ലേലൂയ നമ്മളെ ചിലത് ചുമന്നില്ലേ, ചിലത് ചുമന്നില്ലേ. ക്രിസ്തുവിന് വേണ്ടി ചിലത് കേൾക്കാൻ ഇടവന്നില്ലേ, അവൻ നിന്ദിക്കപ്പെടാൻ ഇടവന്നില്ലേ, പരിഹസിക്കപ്പെടാൻ ഇടവന്നില്ലേ. എങ്കിൽ ഈ പരിഹാസത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ ഒരു ജയാളിയായി തീരാൻ ദൈവം നമ്മളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. പ്രിയരെ, നമുക്ക് ജയിക്കണം. ജയിക്കണ്ടേ? ജയിക്കാനുള്ളവർ എത്ര പേര് ഇവിടെയുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം അറിഞ്ഞുകൊണ്ട്, നമ്മുടെ ജീവിതം അറിഞ്ഞുകൊണ്ട് നമ്മളെ ചെയ്യാതെയാക്കി മാറ്റുന്നൊരു കർത്താവുണ്ട്. ഇത്ര കാലഘട്ടമായി എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് എനിക്ക് എന്റെ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, എനിക്ക് പ്രശ്നമാണല്ലോ, പ്രതികൂലമാണല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രശ്നവും പ്രതികൂലങ്ങളും ഒക്കെ അവൻ സ്തോത്രം ഹല്ലേലൂയ ഇത് പിശാചിനെ പരാജയപ്പെടുത്താനുള്ളതാണെന്ന് ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് ക്രിസ്തുവിന് വേണ്ടി ഒന്ന് ഹല്ലേലൂയ നിൽക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതമാണ്. ഒന്നുകൂടെ പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് ഉൽപ്പത്തി പുസ്തകം എടുക്കുമ്പോൾ അതിന്റെ 50-ാം അധ്യായം അതിന്റെ 3-ാമത്തെ തിരുവചനം വായിക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ കഴിയും, യാക്കോബ് മരിച്ചപ്പോൾ മിസ്രയീമിൽ 70 ദിവസം വിലാപം ആചരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് കാണാൻ സാധിക്കും, ഇസ്രായേൽ അഹരോനെ കുറിച്ച് 30 ദിവസവും മോശയെ കുറിച്ച് 30 ദിവസവും വിലാപം കഴിച്ചു. ഹല്ലേലൂയ. നമുക്ക് കാണാൻ കഴിയും ഇവരെ കുറിച്ചൊക്കെ 30 ദിവസവും 70 ദിവസവും ഒക്കെ വിലാപം കഴിച്ചു പോകുന്നു. ഒന്ന് സ്വതന്ത്രം പറഞ്ഞേ ഹല്ലേലൂയ. യേശു കാൽവരി ക്രൂശിൽ മരിച്ച് നമ്മുടെ പാപങ്ങളെ ചുമന്ന് ഈ ലോകത്തെ മുഴുവൻ പിടിപ്പിച്ച യേശു ക്രിസ്തുവിന് വേണ്ടി ഈ ലോകം ഒരു ദിവസമാണ് ലഭിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു ദിവസം മാത്രമാണ് ക്രിസ്തുവിന് വേണ്ടി ഹല്ലേലൂയ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിന്റെ വിലാപം ആഘോഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നും എനിക്കും നമുക്കും വേണ്ടി ക്രൂശിൽ മരിച്ച ക്രിസ്തു ഇന്ന് എന്റെ ഹൃദയത്തിന്റെ അകത്തുണ്ടെങ്കിൽ യേശുവിന്റെ മരണം നമ്മുടെ ജീവിതത്തെ മറക്കാതെ നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഒരു ഭക്തന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ മരണത്തെ ഹൃദയത്തിന്റെ അകത്ത് ധ്യാനിക്കുന്നുണ്ടെങ്കിൽ അവന്റെ അകത്ത് കണ്ണുനീര്, അവന്റെ അകത്ത് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ജയാളിയായി തീർന്ന യേശു ക്രിസ്തുവിന്റെ മരണത്തെ ഹൃദയത്തിന്റെ അകത്തുണ്ടായിരിക്കും. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞേ ഹല്ലേലൂയ. അതൊരു സന്തോഷത്തിന്റെ തീരമായി മാറുകയാണ്. ഒന്നുകൂടെ പറഞ്ഞേ ഹല്ലേലൂയ. വർഷത്തിൽ ഒരിക്കൽ മാത്രം യേശുവിന്റെ കഷ്ടാനുഭവത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുന്ന ഒരു ഭക്തനെ അല്ല കർത്താവിന് വേണ്ടത്. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ എന്റെ ക്രൂശിത മരണത്തെ, എന്റെ കഷ്ടാനുഭവത്തെ, എന്റെ ക്രൂശിനെ നീ വഹിച്ചിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ഉയരങ്ങളിലേക്ക് ഉയരുവാൻ ഏറ്റവും വിലപ്പെട്ടതാണ്. ഒന്നുകൂടെ പറഞ്ഞേ ഹല്ലേലൂയ. അല്ലാതെ നമ്മുടെ വിടുതലും സൗഖ്യവും ഹല്ലേലൂയ വേണ്ടി മാത്രമല്ല യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത്. ഒന്നുകൂടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ജീവിതം സ്വാതന്ത്ര്യത്തിലേക്ക് കർത്താവ് കൊണ്ടുവരികയാണ്. ഇനി നമ്മുടെ ജീവിതത്തിൽ എന്തില്ല? അടിമത്തം ഇല്ല. കാരണം എന്താ? യേശു അടിമത്തത്തെ മുഴുവനും, നമ്മുടെ രോഗത്തെ മുഴുവനും, നമ്മുടെ പാപത്തെ മുഴുവനും, നമ്മുടെ ശാപത്തെ മുഴുവനും യേശു ഏറ്റെടുത്തുകൊണ്ട്
പിശാചിന്റെ തലയെ തകർത്ത് കളഞ്ഞിരിക്കുന്നു. ആരോടാ ഇത് പറയുന്നത്? യേശുവിന്റെ ക്രൂശിത വചനത്തെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നവനോട്. ഹല്ലേലൂയ. ഇത് കേട്ടു പോകേണ്ട വചനമല്ല. ഇത് ഒരു 70 ദിവസവും 30 ദിവസവും മാത്രം ഇത് നിലനിൽക്കേണ്ട വചനമല്ല. ഈ യേശു ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, 39 അടി ശരീരത്തില് ഒന്നിടവിട്ട് അടിച്ചപ്പോഴും ശരീരം കീറി മുറിക്കപ്പെട്ടപ്പോഴും ഈ മുറിക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന രക്തം, ഹല്ലേലൂയ, ഈ ശരീരത്തിലെ വേദന, നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിനെ പ്രതി ഒരു അടി കൊള്ളുമ്പോ, ക്രിസ്തുവിനെ പ്രതി ഒരു പീഡനം അനുഭവിക്കുമ്പോ, ഹല്ലേലൂയ, നമ്മൾ പിറുപിറുക്കാറില്ലേ? ഹല്ലേലൂയ, നമ്മൾ വേദനിക്കാറില്ലേ? നമ്മൾ മറുത്തു പറയാറില്ലേ? ക്രൂശിക്കണമെന്ന് കർത്താവ് പ്രാർത്ഥിച്ചത് എന്നാണെന്നറിയുമോ? പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും പ്രസംഗിക്കുവാൻ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ക്രിസ്തുവിനെ ഒന്ന് അറിയുക, ഈ ക്രിസ്തുവിനെ കുറിച്ചൊന്ന് പ്രസംഗിക്കുക. ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചാൽ ഈ ക്രിസ്തു രക്ഷിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് രക്ഷിക്കുന്ന ഒരു ദൈവമാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ വേദനയോടെ വ്യസനത്തോടെ ഒരു ആലയത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആ വ്യസനത്തോടെ ആലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ ആ സഹോദരൻ ആലയത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, രക്ഷിക്കുന്ന ഒരു ദൈവം, ജീവിക്കുന്ന ഒരു ദൈവം ഇതാ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു, നിന്നെ സൗഖ്യമാക്കുവാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ, ഇന്ന് നിന്റെ കൂടെ ഇരിക്കുന്നു എന്നൊരു വാക്യം ആലയത്തിന്റെ അകത്ത് എഴുതി വെച്ചത് വേദനിച്ചു ദുഃഖിച്ചു ഭാരപ്പെട്ടും ഇതുവരെ ജീവിക്കാത്ത ദൈവങ്ങളെ കണ്ട് ആ മനുഷ്യൻ ആ വാക്ക് കണ്ട് ആ മനുഷ്യൻ ജീവിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ കവിഴ്ന്നു വീഴാൻ ഇടവരികയാണ്. ആ മനുഷ്യൻ അന്ന് ജീവിക്കുന്ന ദൈവമേ അങ്ങുണ്ടെങ്കിൽ എന്നോട് ഇടപെടണമേ എന്ന അദ്ദേഹം പറഞ്ഞ ആ സമയം തന്നെ ആലയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അദ്ദേഹത്തിന്റെ അകത്തേക്ക് ദൈവം അയച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് നമുക്ക് ജീവൻ നൽകുന്ന ഒരു വചനമാണ്. യേശു ഇന്നും ജീവനോടെ ഇന്നും നമ്മുടെ കൂടെ ഇരിക്കുകയാണ്. മരിച്ചവനെ പോലെയല്ല യേശു ഇരിക്കുന്നത്. പിന്നെ എങ്ങനെയിരിക്കുന്നത്? ജീവനുള്ളവരെ പോലെ അവിടെ ഇരിക്കുകയാണ്. വേദപുസ്തകത്തില് യേശുവിന് നമുക്ക് യേശുവിനെ പോലെ എന്ന് പറഞ്ഞാൽ അതുപോലെ കഷ്ടത സഹിച്ച, യേശുവിനെ പോലെ എന്ന് പറഞ്ഞാൽ അതുപോലെ കഷ്ടത സഹിച്ച പഴയ നിയമത്തിൽ ഒരു ഭക്തനുണ്ട്. ആരെന്നറിയാവോ? യോബ്. ആമേൻ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 19-ാം അധ്യായത്തിലെ 23-ാമത്തെ തിരുവചനം. ഒരു ദിവസം അവന്റെ സമ്പത്തും സ്ഥാനമാനങ്ങളും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയമാണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വന്തം ഭാര്യ പോലും 10 മക്കളും അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് പറയുക, ഈ ദൈവത്തെ തള്ളി പറഞ്ഞ് നിനക്ക് പോയി ചത്തുകൂടെ എന്ന്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ ഇന്നും എന്റെ കൂടെ ഉണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞു. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, നമ്മളെ തള്ളിക്കളയുമ്പോഴും നമ്മളെ ഉപേക്ഷിക്കുമ്പോഴും നമുക്കെതിരായിട്ട് അവൻ വ്യാജം പറയുമ്പോഴും ഹല്ലേലൂയ നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്ന് നിന്ദിക്കുമ്പോഴും എനിക്ക് ഈ മാർഗം വേണ്ട എന്ന് പറഞ്ഞ് പഴയ മാർഗത്തിലേക്ക് മാറിപ്പോകാനല്ല എന്റെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വലിയൊരു അത്ഭുതമുണ്ട്, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വലിയൊരു വിടുതലുണ്ട്, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ദൈവത്തിന് വലിയൊരു പ്രവൃത്തി നടത്താനുണ്ട്. ആ പ്രവൃത്തി നടത്തുവാൻ ദൈവം എനിക്ക് തന്നിരിക്കുന്ന വിശ്വാസത്തെ, യേശു എനിക്ക് തന്നിരിക്കുന്ന രക്ഷയെ, എനിക്ക് തന്നിരിക്കുന്ന ക്രിസ്തുവിനെ ഞാൻ വിശ്വാസത്തോടെ അതേറ്റു പറയപ്പെടാൻ ഇടവരണം. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി അവിടെ വെളിപ്പെടും വണ്ണം ദൈവം പ്രവർത്തിക്കും. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് ദുഃഖവെള്ളിയാണ് അല്ലെ? ഇന്ന് നല്ലൊരു ഗുഡ് ഫ്രൈഡേ ആണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് വിലപ്പെട്ട വലിയ ആഴ്ചയാണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്നും നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു നിൽക്കപ്പെടുമ്പോ ക്രിസ്തു നമ്മളെ വിട്ടു പിരിയുകയില്ല. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ക്രിസ്തു നമ്മളെ വിട്ടുപിരികയില്ല. കാരണം അവൻ ജീവിക്കുന്നവനായി, അവൻ രക്ഷിക്കുന്നവനായി നമ്മുടെ കൂടെ ഇരിക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെ അവൻ വീണ്ടെടുക്കുന്ന ഒരു കർത്താവ് ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഹെബ്രായർ ലേഖനത്തിൽ 7-ാം അധ്യായത്തിൽ 25-ാമത്തെ വചനം നമുക്കൊന്ന് എടുക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ദൈവം ആരാണ്? സദാ ജീവിക്കുന്നവനായി. ഹല്ലേലൂയ. ആമേൻ. അവൻ എന്താണെന്ന് പറഞ്ഞേ? സദാ ജീവിക്കുന്നവനായി പക്ഷപാതം ചെയ്യുക. യേശു പ്രാപ്തനാണെന്നാ പറഞ്ഞത്. ഒന്ന് സ്വതന്ത്രം പറഞ്ഞേ. നമ്മളെ രക്ഷിക്കാൻ പ്രാപ്തനായ ഒരു കർത്താവാണ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അന്നേരം നമ്മളെ രക്ഷിച്ച് പൂർണ്ണമായി രക്ഷിക്കും വിധമാ, നമ്മളെ പകുതിയായി രക്ഷിക്കും വിധമല്ല, പൂർണ്ണമായി നമ്മളെ രക്ഷിക്കും വിധമാ യേശു നമുക്ക് വേണ്ടി ആമേൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി മരിച്ചത്. ഹല്ലേലൂയ. പകുതി രക്ഷിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നുകൂടെ ആ വചനം ഒന്നുകൂടെ വായിച്ചേ. കണ്ടോ, ദൈവത്തോട് അടുക്കുന്നവർക്ക്. അങ്ങനെ നമ്മൾ എങ്ങോട്ടാ അടുക്കേണ്ടേ? നമ്മുടെ മതത്തോടാണോ അടുക്കേണ്ടത്? നമ്മുടെ സംഘടനയോടാണോ അടുക്കേണ്ടത്? പിന്നെ ആരോട് അടുക്കേണ്ടത്? എന്നെ രക്ഷിക്കാൻ കഴിയുന്ന ദൈവത്തോട് നമ്മൾ അടുക്കണം. അടുക്കുന്നവരെ രക്ഷിക്കുവാൻ ഇന്ന് കർത്താവ് പ്രാർത്ഥനാണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് എങ്ങോട്ട് അടുത്തിരിക്കാം? പ്രതികൂലം വരുമ്പോ എങ്ങോട്ട് അടുത്തിരിക്കാം? ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ യേശുവിന്റെ അടുത്തേക്ക് അടുത്തിരിക്കുന്നത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. രോഗങ്ങൾ വരുമ്പോഴും പ്രതികൂലങ്ങൾ വരുമ്പോൾ മാത്രമല്ല, ഏത് സമയത്തും യേശുവിന്റെ കൂടെ നമ്മൾ അടുത്തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ വരുന്ന ചില വിഷയങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ കർത്താവ് നമ്മളിൽ നിന്ന് നീക്കിക്കളയുകയാണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, എനിക്ക് എന്നെ രക്ഷപ്പെടാൻ പറ്റത്തില്ല, എനിക്ക് ഇനി അങ്ങോട്ടൊരു വഴിയില്ല, എന്ന് രോഗമാണ്, പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ദൈവത്തിന്റെ അത്ഭുത കരം നമ്മുടെ മേൽ നീട്ടുകയും അതിശയകരമായി ദൈവം നമ്മളെ വിടുവിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. തക്ക സമയത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. തക്ക സമയത്താണ് വെളിപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ സിംഹത്തിന്റെ കുഴിയിലേക്ക് എറിയപ്പെടുന്ന ആ സമയത്ത്, ആമേൻ, ആ തീച്ചുളയിലേക്ക് എറിയപ്പെടുന്ന സമയത്ത് ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മളെ സംരക്ഷിക്കുന്ന, രക്ഷിക്കുന്ന ഒരു ദൈവം
ഇന്നലെ നമ്മുടെ കൂടെ തന്നെ ഇരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 13-ാം അധ്യായത്തിലേക്ക് 1-ാമത്തെ തിരുവചനം ഒന്ന് വായിച്ചോട്ടെ. യോഹന്നാന്റെ സുവിശേഷം യേശു കർത്താവ് എന്താ ഒന്നുകൂടെ വചനം വായിച്ചേ. അതിന് യേശു ഇതെല്ലാം അറിയുക, ഞാൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കലേക്ക് പോകുന്ന സമയം അടുത്തിരിക്കുന്നു എന്നാരറിയുക? യേശു അറിയുക. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് യേശു എന്ത് ചെയ്യുന്നു? യേശു എല്ലാവരെയും സ്നേഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. തനിക്കുള്ളവരെല്ലാം ദൈവം എന്ത് ചെയ്യുക? സ്നേഹിക്കുകയാ ചെയ്തത്, തള്ളിക്കളയുകയല്ല ചെയ്തത്. അവരെ സ്നേഹിച്ച് നിർത്തുകയാണ് ചെയ്തത്. കാരണം എന്താ? തന്നിൽ വിശ്വസിക്കുന്നത് ആരും നശിച്ചു പോകാതെ, അറ്റപ്പെട്ടു പോകാതെ, കലങ്ങി പോകാതെ, തകർന്നു പോകാതെ, എല്ലാവരും ഞാൻ ഇരിക്കുന്ന ഇടത്ത് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവം. ഒന്ന് സ്വത്രം പറഞ്ഞേ. നമ്മൾ പറയുന്ന പോലെ എങ്ങനെയെങ്കിലും ഒരു അപകടം വരുമ്പോ, ഒരു വണ്ടി അപകടം വരുമ്പോ, ഒരു ട്രെയിൻ അപകടം വരുമ്പോ, എങ്ങനെയെങ്കിലും എനിക്കൊന്ന് രക്ഷപ്പെട്ടാ മതി എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നേ, അല്ലേ? നമ്മള് അപകടത്തിൽപ്പെടുമ്പോ മറ്റുള്ളവരെ കൂടി രക്ഷിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടുവരികയാണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളെ പോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ ബന്ധുക്കളും നമ്മുടെ കുടുംബത്തിലുള്ളവരും യേശുവിലേക്ക് ഒന്ന് മടങ്ങി വന്ന ഹല്ലേലൂയ, തകർന്നു പോകാതെ എല്ലാവരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കർത്താവിന്റെ പാദപീഠത്തിലാണ് ഞാൻ നിങ്ങൾ ഇരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കർത്താവിന്റെ ക്രൂശ് നമുക്ക് എന്ത് ചെയ്യാം? വഹിക്കാം. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അത് ചുമക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ യേശുവിന്റെ ക്രൂശ് വഹിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ചുമന്ന് നമ്മൾ എന്ത് ചെയ്യണം? വിജയം വരിക്കണം. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആ വിജയം വരിക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണതയിലേക്ക് വരുന്നത്. എങ്കിലേ പിശാച് പരാജയപ്പെടത്തുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈ അരുമനാഥന്റെ തിരുസ്നേഹത്തിന്റെ മാതൃക നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് കൊണ്ട് ജ്വലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ ആരാധിച്ചാട്ടെ, കർത്താവിനെ ആരാധിച്ചാട്ടെ, കർത്താവിനെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. നല്ല കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, നിന്റെ മഹത്വമുള്ള കരം ഇതിന്റെ അകത്ത് ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇതിന്റെ അകത്ത് കർത്താവേ നിന്റെ മഹത്വമുള്ള കരം ചലിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചു കൊടുക്കുക. ഇതിന്റെ അകത്ത് ദൈവത്തിന്റെ മഹത്വമുള്ള കരം ഇതിന്റെ അകത്ത് ചലിച്ചുകൊണ്ടിരിക്കട്ടെ, ചലിച്ചുകൊണ്ടിരിക്കട്ടെ, ചലിച്ചുകൊണ്ടിരിക്കട്ടെ. ഇതിന്റെ അകത്ത് ദൈവത്തിന്റെ മഹത്വമുള്ള കരം ഇത് ചലിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവേ, വിജയം വരിക്കുന്ന ആ കർത്താവിന്റെ പാതയിലേക്ക് ഹല്ലേലൂയ, വിജയസിംഹാസനനായ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ക്രൂശിൽ വരിച്ച കർത്താവിന്റെ ഹല്ലേലൂയ ആ വലിയ അനുഗ്രഹത്തിലേക്ക് ഞങ്ങളെ ഉയർത്തേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അതിനകത്ത് എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തിൽ. ചിലരെ ദൈവം തൊടുന്നുണ്ട്, ചിലരെ ദൈവം തൊടുന്നുണ്ട്. ഇന്ന് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ അടുക്കൽ ഹല്ലേലൂയ കർത്താവ് നമ്മളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. ആത്മാവ് ദൈവത്തെ ആരാധിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു, നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു, നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ, നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു, നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ, നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിടുവിക്കപ്പെടുന്ന ദൈവത്തിന്റെ കരം, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിടുവിക്കപ്പെടുന്ന ദൈവത്തിന്റെ കരം ഇവിടെ ചൊരിച്ചുകൊണ്ടിരിക്കട്ടെ കർത്താവേ. അത്ഭുതത്തിന്റെ കരം ഇവിടെ ചൊരിക്കട്ടെ, അനുഗ്രഹത്തിന്റെ കരം ഇവിടെ ചൊരിക്കട്ടെ. ഈ കടന്നു വന്നവർ മടങ്ങി പോകുമ്പോ ഓ സ്വർഗത്തിന്റെ അഭിഷേകം ഇതിന്റെ അകത്തേക്ക് ഓ ശക്തിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തീപോലെ ഓ ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് നിറഞ്ഞു നിൽക്കട്ടെ. ഓ തീപോലെ ദൈവ സാന്നിധ്യം ഇതിനകത്ത് നിറഞ്ഞു നിൽക്കട്ടെ. സാന്നിധ്യത്തോടെ നിറയട്ടെ, കണ്ടുകൊണ്ട് ഓ നിറയട്ടെ കർത്താവേ, നിറഞ്ഞ കവിഞ്ഞിറങ്ങട്ടെ. അഭിഷേകത്തിന്റെ ശക്തി ഇതിനകത്ത് നിറയട്ടെ, കൃപകൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതികൂലത്തെ ജയിക്കുവാനുള്ള, പ്രതിസന്ധികളെ ജയിക്കാനുള്ള